നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. 60 ദിവസം പോലും ബാക്കിയില്ലാത്ത പിണറായി സർക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനെ അർദ്ധരാത്രി ഉറക്കത്തിൽ അറസ്റ്റ് ചെയ്തത് PR ടീം ഉപദേശമനുസരിച്ച. ശബരിമല തന്ത്രി കണ്ഠര രാജീവരുടെ ആരോഗ്യനിലയിൽ ആശങ്കകൾ നിലനിൽക്കുകയാണ്. ബഹുജന ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമാണ് നടന്നത്. ഹിന്ദുക്കൾ ഒന്നടങ്കം സർക്കാരിന് എതിരായ സാഹചര്യത്തിലാണ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് ജനശ്രദ്ധ മാറ്റിയത്. എന്നാൽ രാഹുൽ ഇതിലും ഇറങ്ങിപ്പോകും. തന്ത്രിയുടെ ജയിൽവാസം സമാനതകളില്ലാത്ത ബുദ്ധിമുട്ട് സൃഷ്ടിക്കുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി സർക്കാരിനെ അറിയിച്ചിരുന്നു. പാലക്കാട് നിന്നാണ് രാഹുലിനെ രാത്രി 12:30 സംസ്ഥാന ക്രൈംബ്രാഞ്ച് കസ്റ്റഡിയിലെടുത്തത്. ഇമെയിൽ വഴി ലഭിച്ച പുതിയ ബലാത്സംഗ പരാതിയിലാണ് അറസ്റ്റ്. രാഹുലിനെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ച അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു. ചോദ്യം ചെയ്യലിന് ശേഷം രാഹുലിനെ തിരുവല്ല മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കും. ഞായറാഴ്ചയായതിനാൽ കുഴപ്പിക്കാമെന്നാണ് നീക്കം. രാഹുലിനെതിരെ ലഭിച്ച ഇമെയിൽ പരാതിയുടെ വിശ്വാസ്യത പരിശോധിച്ചിട്ടില്ല. പുതിയ പരാതിയോടെ നിലവിൽ രാഹുലിനെതിരെ 3 കേസുകൾ ആയി. ആദ്യ കേസിൽ ഹൈക്കോടതി രാഹുലിന്റെ അറസ്റ്റ് തടഞ്ഞിരുന്നു. രണ്ടാം കേസിൽ ജനുവരി 21 വരെ വിചാരണ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. ഇതിനിടെയാണ് രാഹുലിനെതിരെ 3ാം പരാതി ലഭിച്ചത്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതി ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ഗർഭഛിദ്രത്തിന് രാഹുൽ നിർബന്ധിച്ചുവെന്നും ബലാത്സംഗം ചെയ്തുവെന്നുമാണ് കേസ്. ക്രൂരമായ ബലാത്സംഗം ചെയ്തെന്ന് അതിജീവിത നൽകിയ പരാതിയിൽ പറയുന്നു. പാലക്കാട് ഫ്ളാറ്റ് വാങ്ങിത്തരണമെന്ന് രാഹുൽ തന്നോട് നിർബന്ധിച്ചുവെന്നും സാമ്പത്തിക ചൂഷണം നടത്തിയെന്നും പരാതിയിൽ പറയുന്നു. തിരുവല്ലയിൽ വെച്ചാണ് രാഹുൽ യുവതിയെ ബലാത്സംഗം ചെയ്തതെന്നാണ് സൂചന. പഴുതടച്ച പോലീസ് നീക്കത്തിലാണ് രാഹുൽ പാലക്കാട്ടെ സ്വകാര്യ ഹോട്ടലിൽ നിന്ന് പിടിയിലായത്. റിസപ്ഷനുള്ളിൽ ഉള്ളവരുടെ ഫോൺ പിടിച്ചെടുത്ത ശേഷം മുറിയിൽ മറ്റാരുമില്ല എന്ന് ഉറപ്പാക്കി. തുടർന്ന് 12:15 മുറിയിലെത്തി. 12:30 കസ്റ്റഡി നടപടി പൂർത്തിയാക്കി. തുടർന്ന് പുലർച്ചെയോടെ പത്തനംതിട്ട AR ക്യാമ്പിൽ എത്തിച്ചു. ക്രൈംബ്രാഞ്ച് സംഘം രാഹുലിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യുവതിയുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം എടുത്തു. ഗർഭിണിയാണെന്ന വിവരം അറിയിച്ചപ്പോൾ അസഭ്യം പറയുകയാണ് ഉണ്ടായത്. മറ്റ് ആരുടെയെങ്കിലും കുഞ്ഞാകുമെന്ന് അധിക്ഷേപിച്ചു. അതിൽ മനം നൊന്താണ് DNA പരിശോധനയ്ക്കായി പോയത്. യുവതിയുടെ മൊഴി ഇതാണെന്ന് പോലീസ് പറയുന്നു. പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള 3ാം ബലാത്സംഗ പരാതിയിലെ വിശദാംശങ്ങളാണ് പുറത്തുവരുന്നത്. ക്രൂരമായ ബലാത്സംഗവും നിർബന്ധിത ഗർഭഛിദ്രവും സാമ്പത്തിക ചൂഷണവും അടക്കം ഗുരുതര ആരോപണങ്ങളുണ്ടെന്ന് ആണ് പറയുന്നത്. പത്തനംതിട്ട സ്വദേശിനി ഇമെയിൽ വഴി നൽകിയ പരാതിയിലാണ് പോലീസ് സംഘം രാഹുലിനെ പാലക്കാട്ടെ KPM റീജൻസി ഹോട്ടലിൽ നിന്ന് രാത്രി 12:30 കസ്റ്റഡിയിലെടുത്തത്. രാഹുൽ ക്രൂരമായ ലൈംഗിക പീഡനവും സാമ്പത്തിക ചൂഷണവും നടത്തിയെന്നാണ് പരാതി. ഇമെയിൽ ലഭിച്ച പരാതിയിൽ പരാതിക്കാരുടെ മൊഴി പ്രത്യേക അന്വേഷണ സംഘം രേഖപ്പെടുത്തിയതിന് പിന്നാലെയാണ് പഴുതടച്ച നീക്കത്തിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ഗർഭിണിയായ യുവതി ഭ്രൂണത്തിന്റെ DNA പരിശോധനയ്ക്ക് ഒരുങ്ങിയെന്നും ലാബ് രാഹുലിനോട് സാമ്പിൾ ആവശ്യപ്പെട്ടുവെന്നുമാണ് മൊഴി. പക്ഷേ DNA പരിശോധനയോട് രാഹുൽ സഹകരിച്ചില്ല. ഇതിനുള്ള തെളിവുകൾ തന്റെ പക്കൽ ഉണ്ടെന്നും പരാതിക്കാരി അന്വേഷണ സംഘത്തിന് മൊഴി നൽകി. വിവാഹ ബന്ധത്തിൽ പ്രശ്നങ്ങൾ നേരിടുന്ന സമയത്താണ് രാഹുൽ സമൂഹ മാധ്യമം വഴി പരിചയപ്പെട്ടത്. പിന്നീട് താനുമായി പ്രണയബന്ധം സ്ഥാപിക്കുകയും വിവാഹബന്ധം വേർപെടുത്താൻ ആവശ്യപ്പെടുകയും ചെയ്തു. രാഹുൽ തന്നെ വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകിയെന്നും യുവതിയുടെ മൊഴിയിലുണ്ട്. തന്നെ വിട്ടു പോകാതിരിക്കാൻ ഒരു കുഞ്ഞു വേണമെന്ന് രാഹുൽ നിർബന്ധിച്ചു. ഒരു കുഞ്ഞുണ്ടായാൽ വീട്ടിൽ വിവാഹം വളരെ വേഗം സമ്മതിക്കുമെന്ന് രാഹുൽ പറഞ്ഞു. നേരിൽ കാണാൻ രാഹുൽ ആഗ്രഹം പ്രകടിപ്പിച്ചു. റെസ്റ്റോറന്റിൽ കാണാമെന്ന് പറഞ്ഞപ്പോൾ പൊതുപ്രവർത്തകനായതിനാൽ പൊതുവിടത്തിൽ കാണാനാകില്ലെന്ന് പറഞ്ഞു. ഒരു ഹോട്ടലിന്റെ പേര് നിർദ്ദേശിച്ച് അവിടെ റൂം ബുക്ക് ചെയ്യാൻ പറഞ്ഞു. റൂമിൽ എത്തിയപാടെ ഒരു വാക്ക് പോലും പറയുന്നതിന് മുൻപേ തന്നെ കടന്നാക്രമിച്ചുവെന്നും നേരിട്ടത് ക്രൂരമായ ലൈംഗിക ആക്രമണം ആണെന്നും പരാതിക്കാരി പോലീസിന് മൊഴി നൽകി. ഹോട്ടലിൽ മുറിയിൽ നിന്ന് പുറത്തിറങ്ങാതെ രാഹുൽ ഒടുവിൽ വഴങ്ങി തന്നെ മുഖത്ത് അടിക്കുകയും തുപ്പുകയും ദേഹത്ത് പലയിടത്തും മുറിവുണ്ടാക്കുകയും ചെയ്തു. ഓവുലേഷൻ ഡേറ്റ് ആണെന്ന് പറഞ്ഞിട്ടും കുഞ്ഞുണ്ടാകട്ടെ എന്ന് പറഞ്ഞ് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു. ഇതിനുശേഷം വീണ്ടും തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പോയില്ല. ഗർഭിണിയാണെന്ന വിവരം അറിയിച്ചപ്പോൾ അസഭ്യം പറയുകയാണ് ഉണ്ടായതെന്നും മറ്റാരുടെയെങ്കിലും കുഞ്ഞാകുമെന്ന് അധിക്ഷേപിച്ചും അതിൽ മനം നൊന്താണ് DNA പരിശോധനയ്ക്കായി പോയത്. പിന്നാലെ രാഹുലിന്റെ ഭാഗത്ത് നിന്ന് ഗർഭചിത്രത്തിനുള്ള കടുത്ത സമ്മർദ്ദം ഉണ്ടായി. അപമാനവും ഭീഷണികളും തന്നെ കടുത്ത ശാരീരിക മാനസിക സമ്മർദ്ദത്തിലാക്കിയെന്ന് യുവതിയുടെ മൊഴിയിൽ പറയുന്നു. തുടർന്ന് ഗർഭം അലസി അബോർഷൻ വിവരം പറയാൻ വിളിച്ചപ്പോൾ രാഹുൽ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തു. ഇമെയിലിന് മറുപടി ഇല്ലായിരുന്നു. ഒടുവിൽ രാഹുലിന്റെ സുഹൃത്തും സഹായിയുമായ ഫെന്നി നൈനാനെ വിവരം അറിയിച്ചു. കടുത്ത ശാരീരിക മാനസിക പ്രശ്നങ്ങൾ താൻ ഇപ്പോഴും അനുഭവിക്കുന്നുണ്ട്. എന്നാൽ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് സമയത്ത് ഒന്നും സംഭവിക്കാത്ത പോലെ രാഹുൽ വീണ്ടും ബന്ധപ്പെട്ടു. തകർന്നിരുന്ന തന്നോട് വീണ്ടും അടുപ്പത്തിന് ശ്രമിച്ചു. ഭാവിയിൽ ഒരുമിച്ച് ജീവിക്കാമെന്ന് വാഗ്ദാനം നൽകി. പാലക്കാട് ഒരു ഫ്ളാറ്റ് വാങ്ങി തരണമെന്നും ഒരുമിച്ച് അവിടെ വിവാഹം കഴിച്ച് ജീവിക്കാമെന്നും പറഞ്ഞു. തുടർന്ന് താനും രാഹുലും ബിൽടെക് ഗ്രൂപ്പിനെ സമീപിച്ചു. ഫ്ളാറ്റ് വാങ്ങാൻ നടന്നില്ല എങ്കിലും പലപ്പോഴായി രാഹുൽ
തന്നിൽ നിന്നും സാമ്പത്തിക സഹായം കൈപ്പറ്റിയെന്ന് യുവതി പറയുന്നു. വില കൂടിയ വാച്ചുകളും വസ്ത്രങ്ങളും ചെരുപ്പുകളും സൗന്ദര്യവർദ്ധക വസ്തുക്കളും വാങ്ങി നൽകി. രാഹുലിനെതിരെ ലൈംഗിക അതിക്രമ പരാതികൾ ഉയർന്നപ്പോൾ അതിൽ വസ്തുതയുണ്ടെന്ന് മനസ്സിലാക്കി. പരാതിയുമായി താനും മുന്നോട്ടു പോകുമെന്ന് മനസ്സിലാക്കിയ രാഹുൽ ഭീഷണിപ്പെടുത്തിയെന്നും കുടുംബത്തെ ഇല്ലാതാക്കുമെന്ന് സഹോദരിയെയും അച്ഛനെയും അമ്മയെയും അപായപ്പെടുത്തുമെന്നും രാഹുൽ ഭീഷണി മുഴക്കിയെന്നും പരാതിക്കാരിയുടെ മൊഴിയിൽ പറയുന്നു. പരാതിക്കാരുടെ വിശദാംശങ്ങൾ ലഭ്യമല്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘത്തിന് നിർദ്ദേശങ്ങൾ നൽകുന്നത് AKG സെന്ററും മുഖ്യമന്ത്രിയുടെ ഓഫീസുമാണ്. രാഹുലിന് മുൻകൂർ ജാമ്യം ലഭിക്കാത്തതിനാൽ ജില്ലാ കോടതിയിൽ കരുക്കൾ നീക്കുന്നതും സഖാക്കളാണ്. കേസ് അന്വേഷിക്കുന്ന പോലീസ് സംഘവും ജില്ലാ കോടതിയിലെ സർക്കാർ പ്രോസിക്യൂട്ടറും അനുഭവിക്കുന്നത് സമാനതകളില്ലാത്ത സമ്മർദ്ദമാണ്. ഒരു കാരണവശാലും രാഹുലിനെ താരമാക്കരുതെന്ന നിർദ്ദേശം AKG സെന്ററും CPM-ഉം സംസ്ഥാന പോലീസ് മേധാവിക്ക് നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. കേസിലെ ഇര CPM സംരക്ഷണത്തിലാണെന്ന റിപ്പോർട്ട്. പ്രായപൂർത്തിയായവർ പരസ്പരം സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് ബലാത്സംഗം ആരോപിക്കാനാകില്ലെന്ന് മധ്യപ്രദേശ് ഹൈക്കോടതിയും പറഞ്ഞിട്ടുണ്ട്. വിവാഹ വാഗ്ദാനം നൽകി തന്നെ ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി യുവാവിനെതിരെ യുവതി നൽകിയ ബലാത്സംഗ കേസ് റദ്ദാക്കിക്കൊണ്ടായിരുന്നു കോടതിയുടെ നിരീക്ഷണം. 37-കാരനായ യുവാവിനെതിരെ അധ്യാപികയായ യുവതിയാണ് പരാതിപ്പെട്ടത്. ഇരുവരും വിവാഹിതരാണ്. എന്നാൽ വിവാഹ വാഗ്ദാനം നൽകി തന്നെ ഇയാൾ ബലാത്സംഗം ചെയ്തെന്നായിരുന്നു അധ്യാപികയുടെ പരാതി. എന്നാൽ ഇരുവരും തമ്മിൽ പരസ്പരം സമ്മതത്തോടെയുള്ള ബന്ധമായിരുന്നു എന്ന ബലാത്സംഗ കുറ്റം റദ്ദാക്കിക്കൊണ്ട് കോടതി നിരീക്ഷിച്ചു. ഇരുവരും വിവാഹിതരായതിനാൽ വിവാഹ വാഗ്ദാനം നൽകി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടെന്ന ആരോപണവും നിലനിൽക്കില്ല എന്ന് കോടതി ചൂണ്ടിക്കാട്ടി. മഹാരാഷ്ട്ര സ്വദേശിയായ 37-കാരൻ ഒരു വിവാഹം ചടങ്ങിനിടയിലാണ് അധ്യാപികയുമായി പരിചയത്തിലായത്. പിന്നീട് ഫോൺ വിളികളിലൂടെ ബന്ധം വളർന്നു. വീട്ടിൽ ആളില്ലാതിരുന്ന സമയം താൻ അധ്യാപികയുടെ വീട്ടിലെത്തുകയും അവരുടെ സമ്മതത്തോടുകൂടി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും ചെയ്യുകയായിരുന്നെന്നാണ് ഇയാൾ കോടതിയെ അറിയിച്ചത്. രണ്ടുപേരും വിവാഹിതരായതിനാൽ വിവാഹ വാഗ്ദാനം നൽകിയിട്ടില്ലെന്നും ഇയാൾ പറയുന്നു. എന്നാൽ ഇവർ തമ്മിലുള്ള ബന്ധം വഷളായതോടുകൂടി ഇയാൾക്കെതിരെ വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്ന് കാട്ടി അധ്യാപിക പോലീസിൽ പരാതി നൽകുകയായിരുന്നു. സമാന കേസുകൾ അടുത്ത കാലത്ത് സുപ്രീം കോടതിയിൽ നിന്നും മറ്റ് ഹൈക്കോടതിയിൽ നിന്നുമുള്ള വിധികൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു മധ്യപ്രദേശ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് സുജയ് പോളിന്റെ വിധി. സമാനമായ വിധി ഈയിടെ കേരള ഹൈക്കോടതിയും പുറപ്പെടുവിച്ചിരുന്നു. പരസ്പര സമ്മതപ്രകാരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം വിവാഹ വാഗ്ദാനത്തിൽ നിന്ന് പിന്മാറിയാൽ പുരുഷനെതിരെ ബലാത്സംഗ കുറ്റത്തിന് കേസെടുക്കാനാവില്ലെന്നാണ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തെന്നാരോപിച്ച കൊല്ലം പുനലൂർ സ്വദേശിയായ യുവാവിനെതിരെ രജിസ്റ്റർ ചെയ്ത കേസും റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജിയിലായിരുന്നു ഈ പരാമർശം. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ എന്താകും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ സംഭവിക്കുക എന്ന് കാത്തിരുന്നു കാണാം.